ഗുഡ് ഈവനിംഗ് ഡേഴ്സ്, ഇത് സിയാദ് ലീഗൽ. എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം. ഓണം നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഇന്ന് മാർക്കറ്റിൽ മിക്സ്ഡ് പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഒരു 120 പോയിന്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഇൻഷുറൻസ് മേഖലയുള്ള കമ്പനീസ്, ബാങ്ക് മേഖലയുള്ള കമ്പനീസ്, മെറ്റൽ സ്റ്റോക്കുകൾ ഇവ മാർക്കറ്റിനെ വലിയ തോതിൽ താഴേക്ക് വിടാതെ ഹെൽപ്പ് ചെയ്തു. കൂടാതെ തന്നെ ഈ കൊട്ടാക് ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസും ഈ ഇൻഷുറൻസ് കമ്പനീസും ഈ ബാങ്കിങ് മേഖലയിൽ ഒരു 270 പോയിന്റിൻ്റെ ഒരു ബാങ്ക് നിഫ്റ്റി മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതാണ് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഗജ ക്യാപിറ്റൽ ഇന്ന് IPOയിൽ ലിസ്റ്റ് ചെയ്തു. 16% പ്രീമിയം അപ്സൈഡ് ആയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ക്രൂഡ് പ്രൈസ് ഇന്ന് ചെറിയ തോതിൽ ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. നിഫ്റ്റിയിൽ ഇന്ന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കൊടാക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, JSW സ്റ്റീൽ, അൾട്രാടെക് സിമെൻറ്റ്, HDFC ലൈഫ് തുടങ്ങിയ കമ്പനീസാണ്. ബാങ്കിങ് മേഖല, സ്റ്റീൽ സെക്ടർ, ഇൻഷുറൻസ് മേഖലയുള്ള കമ്പനീസാണ് നിഫ്റ്റിയിൽ ഇന്ന് മുൻനിര നേട്ടം കൈവരിച്ചത്. എയർടെല്ലും പവർ ഗ്രിഡും ഇൻഫോസിസും L&Tയും നെസ്ലയെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട കമ്പനീസാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 2 യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തു. ജപ്പാൻ മാർക്കറ്റും കൊറിയ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ നിലനിർത്തുന്നുണ്ട്. കൂടാതെ തന്നെ ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4617, സിൽവർ 68, ബ്രന്റ് ഓയിൽ 85 നാച്ചുറൽ ഗ്യാസും 2.8, ബിറ്റ് കോയിൻ 78,000 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ ചെറിയൊരു പുരോഗതി വന്നിട്ടുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം, ഇത് അൺകൺഫേംഡ് ന്യൂസാണ്, പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് തുറക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട്. ഇറാനും ഒമാനും ചേർന്ന് ഈ കപ്പലിനെല്ലാം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നാവിഗേഷൻ കോറിഡോർ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്രൂഡ് പ്രൈസ് 95 ഉണ്ടായിരുന്നത് ഇപ്പോൾ 3% ഇടിഞ്ഞ് 86 എത്തി നിൽക്കുന്നത്. ഈ സംഘർഷം മാറിയിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഹോർമസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ഇതാണ്. ഇനി US നോക്കുകയാണെങ്കിൽ NVIDIAയുടെ റിസൾട്ട് ഇന്നാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷമാണ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരിക. AI സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള NVIDIAയുടെ റിസൾട്ടിന് വലിയ തോതിൽ സ്വാധീനമുണ്ട്. US നിന്ന് PCE ഇൻഫ്ലേഷൻ ഡേറ്റ അതിലേറെ പ്രാധാന്യമുണ്ട്. ഫെഡിൻ്റെ എല്ലാം തന്നെ സ്പീച്ച് ജാക്സൺ ഹോൾ സിംബൺ ഫ്രൈഡേ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു PCE ഇൻഫ്ലേഷൻ ഡേറ്റ അന്നത്തെ ദിവസത്തെ ഈ ഫെഡ് ചെയർമാൻ്റെ സ്പീച്ചിനെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ US GDP സെക്കൻഡ് ക്വാർട്ടർ GDP അത് വരും. അതൊക്കെ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിലുള്ള പ്രധാന അപ്ഡേറ്റുകൾ. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ ഈ വരുന്ന വീക്കെൻഡ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. കൊച്ചിയിലും കോഴിക്കോടും. കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇരു സ്ഥലത്തും സ്വാഗതം. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും ജോയിൻ ചെയ്യാം. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇത് നേരെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ആദ്യം BELൻ്റെ ന്യൂസാണ്. 750 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. JK എനർജി 455 കോടി രൂപയുടെ ഒരു സോളാർ ഓർഡർ ലഭിച്ചു. ടാറ്റ സ്റ്റീൽ കമ്പനി 1781 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് സെറ്റിലായി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ICICI പ്രൊഡൻഷ്യൽ AMCനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ICICI പ്രൊഡൻഷ്യൽ AMCയുടെ 2% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറി. മഹീന്ദ്ര ഹോളിഡേ 11 കോടിയുടെ GST ഷോക്കേഴ്സ് നോട്ടീസ് കമ്പനിക്ക് കിട്ടിയതായിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ജുവലൻ ഫുഡ്, മെക്കുറി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. JMR എയർപോർട്ട്, ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തു. സീഗൾ കമ്പനി 600 കോടി രൂപയുടെ പവർ പ്രൊജക്റ്റ് ലഭിച്ചു. ലുപ്പിൻ പുതിയ മെഡിസിന് അവർക്ക് അംഗീകാരം ലഭിച്ചു. സാലറ്റ് ഹോട്ടൽ റവന്യൂ ഗൈഡൻസ് കമ്പനി ഉയർത്തി. എംടാർ ടെക് കമ്പനി ഗ്രോത്ത് ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തി. അദാനി എനർജി കമ്പനി മഹാരാഷ്ട്രയിൽ നിന്ന് 4700 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. IRB ഇൻഫ്ര കമ്പനി 351 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മോൾടെക് പാക്കിംഗ് കമ്പനി ബോണസ് ഷെയർ 1:1 എന്ന നിരക്കിൽ പ്രഖ്യാപിച്ചു. സീഗൾ കമ്പനിക്ക് 609 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് എന്നുള്ള ന്യൂസ് ഉണ്ട്. നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. PCR
വണ്ണിൽ താഴെയാണ്. നമ്മുടെ സ്പോട്ടർ നിൽക്കുന്നത് 24,200 റേഞ്ചിലാണ്. കോൾ സൈഡിൽ 24,400, 500 റേഞ്ചുകൾ മേജർ റെസിസ്റ്റൻസും 24,200, 24,000 മേജർ സപ്പോർട്ട് സോണായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്കും കിട്ടും ഇത്. ഇത് ജസ്റ്റ് നമുക്കൊരു റെഫറൻസിന് വേണ്ടി വെക്കാം. ഇപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻ ഹെഡ്ജ് ചെയ്യാതെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. ഓൾറെഡി വോളിയം കുറവാണ്, ബിക്സും ക്രാഷാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ബിറ്റ്കോയിൻ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും ശുഭരാത്രി. താങ്ക് യു ഓൾ.